ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പൊ നമ്മള് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചാണ് നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത്. ഹലീമ, നിനക്ക് ചിരി വരുന്നുണ്ടോ ഹലീമ? ഓക്കെ, അപ്പോ ചിരിക്കാനുണ്ടെങ്കിൽ അതിന് ഞാൻ സമയം തരുവേ. അപ്പൊ നമ്മള് സർവജ്ഞ പീഠം കയറി ശ്രീശങ്കരൻ ആ പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം അവിടെ വരെ ഒന്ന് വായിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം എടുക്കാം. കാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. ഈർച്ചവാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതല കൂടുതൽ ശക്തിയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു താഴ്ത്തി തുടങ്ങി. തത്സമയം ആ ബാലൻ വിളിച്ചു പറഞ്ഞു, അമ്മയെ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ അന്ന് സമ്മതിച്ചില്ല. ഇന്നൊരു പക്ഷെ സന്യസിക്കാൻ അനുവാദം തന്നാൽ ഈ ക്രൂരനക്രം പിടിവിടുമായിരിക്കും. മറ്റെന്തിനേക്കാളും ഏറെ സ്വപുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാൻ ഇതാ അനുമതി തന്നിരിക്കുന്നു. ആ നിമിഷം തികച്ചും അത്ഭുതകരമായ ആ മുതല ബാലനെ വിട്ട് വെള്ളത്തിൽ മറഞ്ഞു. ബാലൻ യാതൊരു അപകടവും കൂടാതെ കരയ്ക്ക് കയറി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അമ്മ മകനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യരായിരുന്നു ആ അത്ഭുത ബാലൻ. ക്രിസ്തബ്ദം 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ ഹിന്ദുമതം ആകെ ക്ഷയിച്ചു പോയിരുന്നു. ജൈന ബുദ്ധമതങ്ങളുടെ തള്ളിക്കയറ്റമായിരുന്നു അതിന് പ്രധാന കാരണം. ഹിന്ദുമതം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് ശങ്കരാചാര്യരുടെ ജനനം. അത് AD 788 എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കാലടിയിൽ കൽപ്പള്ളിയിലെത്തി ശിവഗുരു എന്ന ബ്രാഹ്മണനായിരുന്നു ശങ്കരന്റെ പിതാവ്. ആര്യ അന്തർജനമായിരുന്നു അമ്മ. ശങ്കരന്റെ 3ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കുട്ടിക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിൽ അന്യാദൃശ്യമായ പാണ്ഡിത്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്, അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്തിയെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി. അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാശിയിൽ പോയി. കുറെ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂട്ടി. പിന്നീട് കുറച്ചു കാലം ബദരി ആശ്രമത്തിൽ താമസിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡനമിശ്രൻ സുരേശ്വരൻ എന്ന പേര് സ്വീകരിച്ച് ആചാര്യരുടെ ശിഷ്യനായി. ശൃംഗേരിയിൽ താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആചാര്യൻ മനസ്സിലാക്കി. ശങ്കരാചാര്യർ ഉടനെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്ന സ്വമാതാവിനെയാണ് അവിടെ കണ്ടത്. പുത്രന്റെ മടിയിൽ തലവെച്ച് ആ മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. എന്താ പറയുന്നത്? അപ്പോ സന്യാസം സ്വീകരിച്ചതിന് ശേഷം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല, അല്ലെ? സന്യാസി ആയതിനു ശേഷം ആ സ്വഭവനത്തിൽ താമസിക്കൂല. കാരണം ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഈശ്വരനിൽ മാത്രം, അല്ലെങ്കിൽ വിദ്യയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്വഭവനം വിട്ടുപോയി. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല, സ്വന്തം വീട്ടില് താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്തിരുന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി, അല്ലെ? പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായ ഗൗഡപാദരുടെ ശിഷ്യനായി അവിടെ നിന്നു. അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാശിയിൽ പോയി. കുറെ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂട്ടി, അല്ലെ? ബ്രഹ്മം ഉപാസിക്കുന്ന ആളായിട്ട് കുറെ കാലം കഴിച്ചുകൂട്ടി, അല്ലെ? അങ്ങനെ പിന്നീട് കുറച്ചു കാലം അവിടെ ബദരി ആശ്രമത്തിൽ
താമസിച്ചു. ഇവിടുന്നെല്ലാം വിദ്യ അഭ്യസിക്കുന്നുണ്ടാവും. ഇപ്പൊ നല്ല ജ്ഞാനം ഉണ്ടാവും അല്ലെ അങ്ങനത്തെ ആൾക്ക്. പിന്നെ ലൗകിക ജീവിതങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ളൂ. വേറെ മക്കളെ നോക്കണമെന്നോ മറ്റ് അമ്മയെ നോക്കണമെന്നോ ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത്. അപ്പൊ അവിടെ വെച്ചാണ്, ഇവിടെ ബദരി ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം രചിച്ചത്. വീണ്ടും കാശി ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡലമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. പിന്നെന്താ ചെയ്തത്? മണ്ഡലമിശ്രൻ സുരേശൻ എന്ന പേര് സ്വീകരിച്ച ആചാര്യരുടെ ശിഷ്യനായി. ശൃംഗേരി താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ്, അപ്പൊ അദ്ദേഹം അറിഞ്ഞു എങ്ങനെ തന്റെ മാതാവിന് എന്തോ അസുഖം ബാധിച്ചു കിടക്കുകയെന്ന് അദ്ദേഹം അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് അവരെ ജ്ഞാനത്തിൽ നിന്ന് അറിഞ്ഞായിരിക്കും കേട്ടോ. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ മിസ്സിന് അതിനൊന്നും ഉത്തരവില്ല കേട്ടോ. അങ്ങനെ കഴിവില്ലവരുണ്ടാവാം. ഓക്കെ. അപ്പോ എന്താ പറയുന്നത്, ശൃംഗേരി താമസിക്കുന്ന കാലത്ത് തോന്നി, എന്ത് തോന്നി? തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നി. അങ്ങനെ ആചാര്യൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? ശങ്കരാചാര്യ ഉടനെ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്നു. അപ്പോ മരണത്തോട് മല്ലടിച്ച് എപ്പ അടുത്ത് മരിക്കാനുള്ള ഒരു നിൽക്കുമായിരുന്നു അല്ലെ. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർക്ക് അമ്മയെ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായത്. അതുകൊണ്ട് അപ്പൊ എന്തായിരുന്നു? മരണത്തോടടുത്ത്, ആസന്ന മരണം പറഞ്ഞ മരണം ഏത് സമയം സംഭവം അടുത്തടുത്ത് നിൽക്കുന്ന, മരണത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മയെ കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് അല്ലെ. അപ്പൊ മാതാവിനെയാണ് അവിടെ കണ്ടത് അല്ലെ. പുത്രന്റെ മടിയിൽ തലവെച്ച്. അപ്പൊ അവിടുന്ന് എവിടെയോ ഉണ്ടായിരുന്ന പുത്രന്റെ മടിയിൽ തലവെച്ചാണ് ആര്? മാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. ഇഹലോകവാസം വെടിയുക പറഞ്ഞ എന്താണ്? മരിക്കുക അല്ലെ. ഓക്കെ, ലോകത്ത് നിന്ന് വിട്ടുപോയി, ഈ ലോകത്ത് നിന്നും വിട്ടുപോവുക അല്ലെ. അതാണ് ഇഹലോകവാസം വെടിയുക പറഞ്ഞത്. അപ്പോ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോ വലിയ ആളെല്ലാം മരിച്ചാൽ ജനിച്ചു, ഇതിനെ ഭൂജാതനായി എന്നൊക്കെ പറയുന്ന പോലെ മരിക്കുന്നതിന് പറയാം മരണം സംഭവിച്ചു പറയും, മരിച്ചു, ചത്തു എന്ന് വരെ യൂസ് ചെയ്യൂ അല്ലെ. അപ്പൊ അങ്ങനെ ഇഹലോകവാസം വെടിഞ്ഞു. അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ടാ കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് പറഞ്ഞോ? അതാ, നാട്ടിലെ മറ്റു ബ്രാഹ്മണരൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. സന്യാസിയായി നാടുവിട്ടുപോയ അദ്ദേഹം അവരുടെ കണ്ണിൽ ജാതിഭ്രഷ്ടനായിരുന്നു എന്നതാണ് കാരണം അല്ലെ. എവിടെയൊക്കെയോ നടക്കുന്ന ആളായത് കൊണ്ട് അവര് ജാതിഭ്രഷ്ടനായിട്ടാണ് ഇയാളെ കണ്ടത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാനൊന്നും ആരും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞത്. പിന്നെന്താ പറയുന്നത്? അമ്മയുടെ മരണശേഷം അദ്ദേഹം ഭ്രഷ്ട് കൽപ്പിക്കുക പറഞ്ഞ എന്താണ്? ആ ജാതിയിൽ നിന്നെല്ലാം ഒരു വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താ വെച്ചാല്, ഇപ്പൊ ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന ഒരാളെ ബ്രാഹ്മണനല്ലോ, ഇത് വേറെ ഏതെല്ലോ നാടുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞത് കൊണ്ട് അവര് ശരിക്കായുള്ള ഒരു ബ്രാഹ്മണന്റെ എല്ലാ ചിട്ടകളും അനുസരിച്ചിട്ടില്ല എന്നൊരു, ബ്രാഹ്മണർക്ക് അവരുടെ ജാതിയില് അതേ ഒരു ജാതിയിൽ തുടരുന്ന ഒരു പല ചിട്ടകളും ഉണ്ടാവും. അത് പുറം നാടുകളിൽ പോയവരെ വിശ്വാസം ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണ് ജാതിഭ്രഷ്ട് കൽപ്പിച്ച് നമ്മളെ പഴയ കാലങ്ങളിലെല്ലാം പുറത്താക്കലുണ്ട് അല്ലെ. ഇപ്പൊ ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാരനെ പ്രണയിച്ചു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും അവരെ. എന്തുകൊണ്ടാ? അവരാ ജാതിയിൽ തന്നെ നിൽക്കണം. പുറത്തുള്ള ഒരാളെ വിവാഹം ചെയ്തു കഴിഞ്ഞാല് അതെന്തായി? അവർക്ക് ജാതി ഭ്രഷ്ടായി. ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ, നമ്മളേതാ സിനിമയാ, ആ കടർ ഒഴിക്കുന്ന സുന്ദര കില്ലാടി അല്ലെ. ഓക്കെ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സുന്ദര കില്ലാടി എന്ന് പറഞ്ഞ സിനിമ മുഴുവൻ സഞ്ചരിച്ചു. പിന്നീട് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന കാശ്മീരത്തിൽ പോയി. അവിടെ അന്നത്തെ സകല പണ്ഡിതന്മാരെയും വാദത്തിൽ തോൽപ്പിച്ച് സർവജ്ഞപീഠം കയറി. അങ്ങനെയാണ് സർവജ്ഞപീഠം കയറിയ ശ്രീശങ്കരൻ എന്ന പേര് വന്നത് അല്ലെ. അപ്പോ സർവജ്ഞപീഠം എന്ന് പറഞ്ഞാല് അത് തന്നെ. കാശ്മീരത്തിൽ പോയിട്ട് അവിടുത്തെ പല ഒരുപാട് നല്ല പാണ്ഡിത്യമുള്ള കുറെ പണ്ഡിതന്മാരുടെ, നമ്മളെ പോലെയുള്ളവരല്ല കേട്ടോ, അപാര പാണ്ഡിത്യമുള്ള
ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് സർവജ്ഞപീഠം എന്ന് പറഞ്ഞ ഒരു സ്ഥാനമാണ്, സ്ഥാനപ്പേരാണ് അത്. അപ്പൊ എങ്ങനെയാ അത് കിട്ടുക? പണ്ഡിതന്മാരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ച്, അപാര പണ്ഡിത്തുള്ളവരായിരിക്കാം കേട്ടോ, വാദത്തിൽ തോൽപ്പിക്കും. പണ്ഡിതന്മാരായിട്ട് ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ ചോദിച്ച് ഇങ്ങനെ വാദത്തിൽ തോൽപ്പിച്ചിട്ട്, അവരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് സർവജ്ഞപീഠം കയറുക. അതായത് ഒരുപാട് പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ചിട്ട്. ഓക്കെ, അങ്ങനെ സർവജ്ഞപീഠം കയറി. സകല പണ്ഡിതന്മാരെയും, എല്ലാ പണ്ഡിതന്മാരെയും വാദത്തിൽ തോൽപ്പിച്ചിട്ട് സർവജ്ഞപീഠം കയറി. അതിനുശേഷം അദ്ദേഹം വടക്ക് ഹിമാലയത്തിലുള്ള ബദരിയിലും കിഴക്ക് പുരിയിലും പശ്ചിമ, അപ്പൊ എല്ലാ വശങ്ങളുമാണ് പറയുന്നത്. ഇത് കിഴക്ക്, വടക്ക് ഹിമാലയത്തിലുള്ള ബദരി, ഇപ്പൊ വടക്ക് വശായി. പിന്നെ കിഴക്ക് പുരിയില് കിഴക്ക്, പശ്ചിമ ഭാഗത്ത് അതായത് പടിഞ്ഞാറ് വശത്ത് ദ്വാരകയില്, പിന്നെയോ ശൃംഗേരി മാതൃകയിൽ ഓരോ സന്യാസം. അപ്പൊ അയാള് നമ്മുടെ എല്ലാ വശത്തും ഓരോ സന്യാസി മഠം സ്ഥാപിച്ചു. പിന്നെന്താ പറഞ്ഞ, വേദാന്തത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യ. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ശങ്കരാചാര്യർ. PSC ക്വസ്റ്റ്യൻ ആണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ശങ്കരാചാര്യർ, ശ്രീ ശങ്കരാചാര്യർ. സൗന്ദര്യ ലഹരി, ഭജഗോവിന്ദം, ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങിയ അനേകം വേദാന്ത കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ മഹാകർമ്മങ്ങൾക്ക് ശേഷം AD 820 തന്റെ 32 വയസ്സാവുമ്പേ അദ്ദേഹം മരിച്ചു. 32ാമത്തെ വയസ്സിൽ ശ്രീ ശങ്കരാചാര്യർ സമാധിയായി. സമാധിയാവുക പറഞ്ഞാലും മരിക്കുക എന്നർത്ഥം കേട്ടോ. അപ്പൊ ഇതിൽ മരണനിലയിൽ നമ്മൾ 2 പദങ്ങൾ പഠിച്ചു. അദ്ദേഹം സാധാരണ മരിക്കുന്ന പോലെ മഹാകർമ്മങ്ങൾക്ക് ശേഷം അത്രേ ഇതിൽ പറയുന്നില്ല മക്കളെ. തന്റെ 32ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യ സമാധിയായി, ഇതേയുള്ളൂ, മരിച്ചു. അപ്പൊ ഇതാണ് ശങ്കരാചാര്യരുടെ കഥ. ഇതില് അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചത്? സായാഹ്നം, വൈകുന്നേരം നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിരണം, രശ്മി, അത്യാഹിതം, ആപത്ത്, കാരുണ്യം, ദയ. നിങ്ങൾക്ക് അറിയാത്തായിട്ട് വലിയ ഒന്നുമില്ല ഇതില്. തത്സമയം എന്ന് പറഞ്ഞാൽ ആ സമയം. നക്രം, മുതല. ആലിംഗനം ചെയ്യുക, നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക. പിന്നെന്താ? നിഗമനം, ഊഹ. ആസന്ന മരണ, മരണം അടുത്തിരിക്കുന്നവള് അല്ലെ. ആസന്ന മരണയായ അമ്മ എന്ന് പറഞ്ഞു, മരണം അടുത്തിരിക്കുന്നവള്. അദ്വൈതം, അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദ്വൈതം അല്ലാതെ അല്ലെ, 2. അപ്പോ രണ്ടില്ലാത്ത അദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ 2ആണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത, ദ്വൈതമില്ലാത്ത, ചിന്താപതി എല്ലാം ഒന്നായി കാണുന്ന ദർശനം, അതാണ് അദ്വൈതം. പര്യായാണ് അടുത്തത്. എന്താ പര്യായപദം? സായാഹ്നം, സന്ധ്യ, സായന്തനം, അസ്തമയം, നദി, തടിനി, തരംഗിണി, മന്ദാകിനി. അപ്പൊ നമുക്കത് അടുത്ത ദിവസം പറയാം, കാരണം വായിച്ചിട്ടില്ല ഇനി. അപ്പൊ ആദ്യം മുതലൊന്ന് വായിച്ചേ. ആരാ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത കുട്ടികളുള്ളത്? ആരൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്തെ? ശ്രീ വിഷ്ണു. ഓക്കെ, വായിച്ച ശ്രീ വിഷ്ണു. ശ്രീ വിഷ്ണുവിന് എപ്പാ ക്ലാസ് കട്ടാവെന്ന് പറയാൻ പറ്റില്ല. പാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 7 വയസ്സുള്ള മകനും പെരിയാറ്റിൻ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിലിറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചുകൊണ്ടിരിക്കുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. വാൽ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്ന് പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന് അവനുറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ്
അവനെ തീരത്ത് തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷെ ആരും അവിടെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതല കൂടുതൽ ശക്തിയോടെ കുമാരന്റെ കാലുകൾ കടിച്ചു താഴ്ത്തി തുടങ്ങി. കടിച്ചു താഴ്ത്തി തുടങ്ങി. തത്സമയം ആ ബാലൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മുമ്പൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമെന്ന് കരുതി അമ്മ അതിന് സമ്മതിച്ചില്ല. ഇന്ന് ഒരു പക്ഷേ സന്യസിക്കാൻ അനുവാദം തന്നാൽ ഈ ക്രൂരനക്രം വിടുമായിരിക്കും. മറ്റെന്തിനേക്കാളുമേറെ സ്വപുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാനിതാ അനുവാദം തരുന്നു. ആ നിമിഷം തികച്ചും അത്ഭുതകരമായി ആ മുതല ബാലനെ വിട്ട് വെള്ളത്തിൽ മറഞ്ഞു. ബാലൻ യാതൊരു അപകടവും കൂടാതെ കരയ്ക്കു കയറി. അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അമ്മ മകനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യരായിരുന്നു ആ അത്ഭുത ബാലൻ. ശതാബ്ദം 7-8 നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ ഹിന്ദുമതം ആകെ ക്ഷയിച്ചു പോയിരുന്നു. ജൈന ബുദ്ധ മതങ്ങളുടെ തള്ളിക്കയറ്റമായിരുന്നു അതിന് പ്രധാന കാരണം. ഹിന്ദുമതം നാശോന്മുഖമായി കൊണ്ടിരുന്ന കാലത്താണ് ശങ്കരാചാര്യരുടെ ജനനം. അത് AD 788 എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കൽപ്പട്ടി ഇല്ലത്ത് ശിവഗുരു എന്ന ബ്രാഹ്മണനായിരുന്നു ശങ്കരന്റെ പിതാവ്. നെക്സ്റ്റ് ഹരിനുണ്ട്. കാലടി എന്ന ഗ്രാമം ഒരു സഹാനത്തിൽ അവിടെയല്ല ഹരിനുണ്ട്. ഇപ്പം വായിച്ചതിന്റെ ബാലൻസ് ആയിട്ടാണ് വായിക്കാൻ പറഞ്ഞത്. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോണം. ആര്യ അന്തർജനമായിരുന്നു അമ്മ. ശങ്കരന്റെ 3-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കുട്ടിക്കാലം കഴിയുന്നതിനു മുമ്പേ തന്നെ വേദത്തിൽ അനാദൃശ്യമായി പാണ്ഡിത്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 8-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്തു ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന
ഗൗഡപാദരുടെ ശിഷ്യനായി. അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കാശിയിൽ പോയി. കുറെ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂടി. പിന്നീട് കുറച്ചുകാലം ബദ്രി ആശ്രമത്തിൽ താമസിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡനമിശ്രന്റെ സുരേശൻ എന്ന പേര് സ്വീകരിച്ചു ആചാര്യരുടെ ശിഷ്യനായി. ശൃംഗേരിയിൽ താമസിക്കുന്ന കാലത്ത് തന്റെ മാതാവ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആചാര്യൻ മനസ്സിലാക്കി. ശങ്കരാചാര്യർ ഉടനെ കേരളത്തിൽ പുറപ്പെട്ടു. ആസന്ന മരണയായി കിടക്കുന്ന സ്വമാതാവിനെയാണ് അവിടെ കണ്ടത്. പുത്രന്റെ മടിയിൽ തലവെച്ച് ആ മാതാവ് ഈ ലോകവാസം വെടിഞ്ഞു. അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ ശങ്കരാചാര്യർക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. നാട്ടിലെ മറ്റു ബ്രാഹ്മണന്മാരും അദ്ദേഹത്തെ സഹായിച്ചില്ല. സന്യസിക്കാനായി നാടു വിട്ടുപോയ അദ്ദേഹം അവരുടെ കണ്ണിൽ ജാതിഭ്രഷ്ടനായിരുന്നു എന്നാണ് കാരണം. അമ്മയുടെ മരണശേഷം അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ചു. പിന്നീട് അന്നത്തെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന കാശ്മീരത്തിൽ പോയി. അവിടെ അന്നത്തെ സകല പണ്ഡിതന്മാരെയും വേദത്തിൽ തോൽപ്പിച്ചു. സർവജ്ഞപീഠം കയറി. അതിനുശേഷം അദ്ദേഹം വടക്ക് ഹിമാലയത്തിലുള്ള ബദ്രിയിലും കിഴക്ക് പുരിയിലും പശ്ചിമ ഭാഗത്ത് ദ്വാരകയിലും ശൃംഗേരി മാതൃകയിലുള്ള ഓരോ സന്യാസി മഠം സ്ഥാപിച്ചു. വേദാന്തത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി, ഭജ ഗോവിന്ദം, ബ്രഹ്മസൂത്രഭാഷ്യം തുടങ്ങിയ അനേകം വേദാന്ത കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ മഹാകർമ്മങ്ങൾക്കു ശേഷം AD 820 അദ്ദേഹം 32ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയായി. നെക്സ്റ്റ് ജീവ. ഒന്ന് വായിച്ചേ ജീവ. ഹരിനന്ദ് ഹരീഷ് വീഡിയോ ഓൺ ചെയ്യണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് വായിക്കും ജീവ. ഹരി സ്റ്റാർട്ട് ചെയ്തോ. ഇപ്പൊ വന്നെയാണ്. ഓക്കെ, ജീവ ജോർജ്. Where is ജീവ ജോർജ്? ഓക്കെ, ജീവ അൺമ്യൂട്ട് ചെയ്ത് വായിക്കും മോനെ. ജീവ അൺമ്യൂട്ട് ചെയ്തേ. ജീവ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ മക്കളെ? ആതിര കേൾക്കുന്നുണ്ടോ? ഓക്കെ, ജീവക്ക് കേൾക്കുന്നില്ലേ? ജീവ, can you hear me ജീവ? ഓക്കെ, എന്നാ അൺമ്യൂട്ട് ചെയ്ത് വായിക്ക്. ഓന അൺമ്യൂട്ട് ആവുന്നില്ല എന്ന് അതിനകത്ത് പറയുന്നു മിസ്സേ. അൺമ്യൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺമ്യൂട്ട് ആവുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നു. എന്ത് പറ്റി മോനെ? നോക്കിയേ മിസ് മെസ്സേജ് അയച്ചു നോക്ക്.
ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷനും കൊടുത്തു വന്നിട്ട് ആവുന്നില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് അവന് ഇംഗ്ലീഷ് ക്ലാസ്സിലും അങ്ങനെയാണ്. ഹെവൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. കാലടി എന്ന ഗ്രാമത്തിൽ ഒരു സായാഹ്നത്തിൽ ഒരു അമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിൽ ഇറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങൾ കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തി കുളിച്ചു കൊണ്ടിരുന്ന ബാലന്റെ കാലുകൾ നിശ്ചലമായി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. വാൾ പോലുള്ള അതിന്റെ വായ്ക്കുള്ളിൽ നിന്നു പാദങ്ങൾ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അവൻ തീരെ ഭയപ്പെട്ടില്ല. കാരുണ്യമൂർത്തിയായ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന് അവനുറപ്പുണ്ടായിരുന്നു. തീരത്ത് നിൽക്കുകയായിരുന്ന അവന്റെ മാതാവ് ആ ഭീകരമായ കാഴ്ച കണ്ട് സഹായത്തിനായി മുറവിളി കൂട്ടി. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. മുതല കൂടുതൽ ശക്തിയോടു കുമാരന്റെ കാലുകൾ കടിച്ചു താഴ്ത്തി തുടങ്ങി. തത്സമയം ആ ബാലൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, സന്യസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നു ഞാൻ മുൻപൊരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ അന്ന് സമ്മതിച്ചില്ല. ഇന്ന് ഒരുപക്ഷെ സന്യസിക്കാൻ അനുവാദം തന്ന ഈ ക്രൂരനക്കരം പിടിവിടുമായിരിക്കും. മറ്റെന്തിനേക്കാളും സ്വന്തം പുത്രനെ സ്നേഹിച്ചിരുന്ന ആ മാതാവ് ഉടനെ പറഞ്ഞു, മകനെ, നിന്റെ ഇഷ്ടം പോലെ സന്യസിക്കാൻ ഞാനിതാ അനുമതി തന്നിരിക്കുന്നു. ആ നിമിഷം തികച്ചും അത്ഭുതകരമായി ആ മുതല ബാലനെ വിട്ട് വെള്ളത്തിൽ മറിഞ്ഞു. ബാലൻ യാതൊരു അപകടവും കൂടാതെ കരയ്ക്കു കയറി. അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അമ്മ മകനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ആരായിരുന്നു ആ അത്ഭുത ബാലൻ? മഹാകവിയും മഹാജ്ഞാനിയുമായിരുന്ന ശ്രീ ശങ്കരാചാര്യനായിരുന്നു ആ അത്ഭുത ബാലൻ. നെക്സ്റ്റ് അടുത്ത വസുദേവന് ക്ലിയർ ഉണ്ടോ?
ആ എന്നാ ആതിര വായിച്ചേ. ആതിര. സർവജ്ഞ പീഠംകാരെ ശ്രീശങ്കരൻ. കാലടി എന്ന ഗ്രാമം. ഒരു സായാഹ്നത്തിൽ ഒരമ്മയും അവരുടെ 8 വയസ്സുള്ള മകനും പെരിയാറ്റിൽ കുളിക്കാൻ ചെന്നു. പതിവ് പോലെ ആ ബാലൻ നദിയിൽ ഇറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ സുന്ദര കിരണങ്ങളേറ്റ് സ്വതവേ ഓമനത്തമാർന്ന ആ മുഖം കൂടുതൽ മനോഹരമായി. പെട്ടെന്നാണ് ആ അത്യാഹിതം ഉണ്ടായത്. നീന്തിക്കൊളിച്ചുകൊണ്ടിരുന്ന ഒന്നും കേൾക്കുന്നില്ല മിസ്സേ. നിശ്ചലമായി. കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ. വായിച്ചോ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിഭീകരമായിരുന്നു. അവന്റെ പാദങ്ങൾ ഒരു മുതലയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആതിര നമ്മള് വായിച്ചതിന് ശേഷല്ലേ വായിക്കാൻ പറഞ്ഞത്? ക്രിസ്തബ്ദം മുതല്. അവൻ വായിച്ചതിന് ശേഷം. ക്രിസ്തബ്ദം 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ ഭാരതത്തിൽ ഹിന്ദുമതം ആകെ ക്ഷയിച്ചു പോയിരുന്നു. ജൈന ബുദ്ധ മതങ്ങളുടെ തള്ളിക്കയറ്റമായിരുന്നു അതിന് പ്രധാന കാരണം. ഹിന്ദുമതം നാശോന്മുഖമായിക്കൊണ്ടിരുന്ന കാലത്താണ് ശങ്കരാചാര്യരുടെ ജനനം. അത് AD 758 ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. കാലടിയിൽ കൽപ്പള്ളി ഇലത്ത് ശിവഗുരു എന്ന ബ്രാഹ്മണനായിരുന്നു ശങ്കരന്റെ പിതാവ്. ആര്യ അന്തർജനമായിരുന്നു അമ്മ. ശങ്കരന്റെ 3-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കുട്ടിക്കാലം കഴിയുന്നതിനു മുമ്പ് തന്നെ വേദങ്ങളിൽ അനാദൃശ്യമായ പാണ്ഡിത്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 8-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതിനുശേഷം ശങ്കരൻ സ്വഭവനത്തിൽ താമസിച്ചില്ല. നർമ്മദാ നദിയുടെ തീരത്തു ചെന്ന് പ്രസിദ്ധ ജ്ഞാനിയും പണ്ഡിതനുമായിരുന്ന ഗൗഡപാദരുടെ ശിഷ്യനായി. അവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാശിയിൽ പോയി കുറെ നാൾ ബ്രഹ്മോപാസകനായി കഴിച്ചുകൂട്ടി. പിന്നീട് കുറച്ചുകാലം ബദരി ആശ്രമത്തിൽ താമസിച്ചു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ വേദാന്ത സൂത്രഭാഷ്യം രചിച്ചത്. വീണ്ടും കാശിയിൽ ചെന്ന് വലിയ മീമാംസ പണ്ഡിതനായിരുന്ന മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിച്ചു. മണ്ഡനമിശ്രൻ സുരേശ്വരൻ എന്ന പേര് സ്വീകരിച്ചു